ഞാനായിരിക്കുന്ന സെമിനാരിയിൽ ക്രിസ്മസിന് 10 ദിവസം എല്ലാ ബ്രദേഴ്സിനും അവധിയുണ്ട്. അവർ വീട്ടിൽ പോകും, വീട്ടുകാരോടൊപ്പം ഇടവജനങ്ങളോടൊപ്പം അവധി സ്പെൻഡ് ചെയ്യും. ഞങ്ങൾ പോകുന്നതിന് തൊട്ട് മുമ്പ് അവരെ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്ന പ്രധാന കാര്യങ്ങളിലൊന്ന്, നിങ്ങൾ വീട്ടിൽ പോയാൽ ഇവിടെ നിങ്ങൾ എങ്ങനെ പള്ളിയിൽ പോയോ അതുപോലെ പള്ളിയിൽ പോകണം. എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ മുടങ്ങാതെ പോകണം. രണ്ടാമതായിട്ട്, നിങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. എല്ലാ ദിവസവും മാതാപിതാക്കളോടൊപ്പം സഹോദരങ്ങളോടൊപ്പം കുടുംബ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങളതിന് നേതൃത്വം കൊടുക്കണം. ആ വൈകുന്നേര സമയത്ത് കറങ്ങി നടക്കരുത്, പുറത്തൊന്നും പോകരുത്. അതുപോലെ കുർബാനയും എന്തു വന്നാലും മുടക്കരുത്. കുറേ ഇൻസ്ട്രക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ഈ 2 കാര്യങ്ങളാണ്. കാര്യം, കംഫർട്ട് സോണിലെത്തുമ്പോൾ നമ്മളൊക്കെ ഫ്രീ ആകും. നമ്മൾ സ്പിരിച്വാലിറ്റിക്ക് മാറ്റം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ പഴയതിലേക്ക് തിരിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. ഇന്ന് ഗോസ്പലിൽ നമ്മൾ കാണുന്നത് യേശു അങ്ങനെ കംഫർട്ട് സോണിലേക്ക് തിരിച്ചു വരികയാണ്. മിനിസ്ട്രി ആയിരുന്നു ഇത്രയും കാലം. പല സ്ഥലങ്ങളിലൊക്കെ നടന്ന് സംസാരിച്ചു, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ എല്ലാവരും യേശുവിനെക്കുറിച്ച് പറഞ്ഞ് അവനെക്കുറിച്ച് എല്ലാവരും കേട്ട് കഴിഞ്ഞ് യേശു വിചാരിച്ചു ഇനി കുറച്ച് ദിവസം റെസ്റ്റാണ്. വീട്ടിലേക്ക് വന്നു, നസ്രത്തിലേക്ക് വന്നു, അമ്മയെ കാണാൻ വന്നു. അങ്ങനെ വീട്ടിൽ സ്വന്തം നാട്ടിൽ വന്നപ്പോൾ യേശു പഴയതുപോലെ തന്നെയാണ്, ഒരു മാറ്റവും. ഇന്ന് യേശു എവിടെയാണ്? സിനഗോഗിലാണ്. പ്രാർത്ഥിക്കാൻ പോയി. അവിടെ പോയി ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചു. അതിന് തുറക്കപ്പെട്ട വചനങ്ങളാണ് നമ്മളിന്ന് വായിച്ച് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു എപ്പോഴും വളരെ ക്ലിയർ ആയിരുന്നു. അവൻ ആരാണ്, അവൻ എന്താണ്, അവൻ എവിടെ നിന്നാണ്, ഇതെല്ലാം വളരെ ക്ലിയർ ആയിരുന്നു. അതുകൊണ്ട് അവൻ്റെ സ്പിരിച്വാലിറ്റിക്ക് ഒരു മാറ്റവും വന്നില്ല. പുറമേയുള്ള ഒന്നും ക്രിസ്തുവിൻ്റെ സ്പിരിച്വാലിറ്റിയോ ക്രിസ്തുവിനെയോ മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവൻ എവിടെയായിരുന്നാലും ആ ഇടത്തെ ദേവാലയമാക്കി, ആ ഇടത്തെ അവൻ സ്വർഗമാക്കി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ ചില മനുഷ്യരുടെ അടുത്തെത്തുമ്പോൾ നമ്മൾ കംഫർട്ട് സോൺ ഫീൽ ചെയ്യാറില്ലേ? നമ്മൾ ചില ഇടങ്ങളെത്തുമ്പോൾ നമുക്ക് കംഫർട്ട് സോൺ ഫീൽ ചെയ്യാറില്ലേ? ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും നമ്മുടെ ദൈവിക അനുഭവം നഷ്ടപ്പെടുത്താതിരിക്കുക. പ്രാർത്ഥന, ദൈവവുമായുള്ള അടുപ്പം, ഇതൊക്കെ നഷ്ടപ്പെടുത്താത്തൊരു ജീവിതമാണ് ഏറ്റവും സുന്ദരമായ ക്രിസ്തുവുമായുള്ള സ്നേഹബന്ധം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാനും കുടുംബവും ഒന്നായി യഹോവയെ സേവിച്ചിടും. നീയും സേവിക്കുമോ? ഓ, നീയും സേവിക്കുമോ? ഞാനും കുടുംബവും ഒന്നായി യഹോവയെ സേവിച്ചിടും. നീയും സേവിക്കുമോ? ഓ, നീയും സേവിക്കുമോ? യാരായിരിക്കും നീ സേവിക്കുക? ഇന്നു തീർമാനിക്കുക. ഞാനും കുടുംബവും ഒന്നായി യഹോവയെ സേവിച്ചിടും. നീയും സേവിക്കുമോ? ഓ, നീയും സേവിക്കുമോ? യാത്രയിൽ
കൈപിടിച്ചു കർത്താവ് നയിച്ചില്ലേ? നാം യാത്രയിൽ കൈപിടിച്ചു കർത്താവ് നയിച്ചില്ലേ? കർത്താവ് തന്ന അനുഗ്രഹങ്ങൾ ധ്യാനിച്ചു സേവിക്കുമോ? കർത്താവ് തന്ന അനുഗ്രഹങ്ങൾ ധ്യാനിച്ചു സേവിക്കുമോ?